ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇപ്പം നിങ്ങളിവിടെ കണ്ട സന്ദർഭം, മോഹൻലാലും മമ്മൂട്ടിയും ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മലയാള സിനിമയുടെ അമ്മ മുഖമായിട്ടുള്ള കവിയൂർ പൊന്നമ്മയുടെ അന്ത്യകർമ്മങ്ങളിൽ പങ്കുകൊള്ളാൻ വേണ്ടി വന്നിരിക്കുന്ന മോഹൻലാലും മമ്മൂട്ടിയാണ്. ആ ഒരു വീഡിയോ കൃത്യമായി സൂക്ഷിച്ചു നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധാപൂർവ്വം നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം, അവരെന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ച് എന്തോ സന്തോഷമാർന്ന കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ചെറു പുഞ്ചിരിയോടെയാണ് അവർ സംസാരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം ഒരു മരണ വീട്ടിൽ പോയിട്ടാണോ ഈ പറയുന്ന സന്തോഷിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയല്ല ഞാനൊരു വീഡിയോ ചെയ്തതിൻ്റെ കാരണം ഒത്രയേ ഉള്ളൂ. മലയാള സിനിമാ മേഖലയിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറായിട്ട് നിൽക്കുന്ന രണ്ടുപേര്, ആ രണ്ടുപേരുടെ ഇടയിലേക്ക് ഈ ഇരിക്കുന്ന മോഹൻലാൽ, മമ്മൂട്ടി, ഇവരുടെ ഇടയിലേക്ക് സുരേഷ് ഗോപി വന്നിരുന്നാണ് ഒരു സൗഹൃദ സംഭാഷണം നടത്തി ഒന്ന് ചിരിച്ചതെങ്കിൽ ഇന്ന് എന്തായിരുന്നു ഈ വീഡിയോയുടെ ലെവല്? വൈറലായി പോയനെ ആ കമൻറ്റ് സെക്ഷൻ മൊത്തം ഇത്രയും വിവരം കെട്ടവനാണോ, ഇത്രയും വിദ്യാഭ്യാസമില്ലാത്തവനാണോ, ഇത്രയും ബോധമില്ലാത്തവനാണോ, ഒരു മരണ വീട്ടിൽ പോയിട്ടാണോ ഇരുന്ന് ചിരിക്കുന്നത്? ഇതായിരിക്കും കമൻറ്റ് സെക്ഷൻ മൊത്തം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അതാണ് സുരേഷ് ഗോപിയും മറ്റ് നടന്മാരും തമ്മിലുള്ള വ്യത്യാസമായിട്ട് ആൾക്കാർ ഇന്ന് വേട്ടയാടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ആ മനുഷ്യൻ എന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാലും, നല്ലത് ചെയ്തു കഴിഞ്ഞാലും, ഇനി അതല്ല വികാരപ്രകടനങ്ങൾ കൊണ്ട് ചില തെറ്റുകൾ സംഭവിക്കാറുണ്ട്. അത് നമ്മൾ മനുഷ്യരാണ്, എല്ലാവരും മനുഷ്യരാണ്, എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ്. എല്ലായ്പ്പോഴും പിടിച്ചു നിൽക്കാനോ സഹിക്കാനോ ഉള്ള കഴിവ് കാണത്തില്ല. ഏതെങ്കിലും ഒരു പ്രത്യേക മൊമെൻറ്റിൽ നമ്മൾ പൊട്ടിത്തെറിക്കാറുണ്ട്. ഇതെല്ലാവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. പക്ഷേ സുരേഷ് ഗോപിയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ മാത്രം അത് വലിയൊരു സംഭവമായിട്ട് മാറ്റുകയും അദ്ദേഹം എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിന് നെഗറ്റീവ് മാത്രം കണ്ടെത്തുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന് കാരണം വേറെ ഒന്നുമല്ല, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം മാത്രമാണ്. അല്ലാതെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തിയോ വെച്ചുകൊണ്ടല്ല ഇത്തരത്തിലൊരു കമ്പാരിസൺ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുന്നതിൻ്റെ പിറകിലുള്ള സത്യം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. അത് ഏതൊരാൾക്കും, ഈ നെഗറ്റീവ് പറയുന്ന ഒരാൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം, ഇനി മോഹൻലാലും മമ്മൂട്ടിയും ചിരിച്ച് സംസാരിച്ചു എന്നുള്ളൊരു സംഭവം ഈ പറയുന്ന ഇനി എടുത്തിട്ട് അലക്കാതിരിക്കാൻ വേണ്ടി പറയുന്നൊരു കാര്യം, നമ്മുടെ വീട്ടിലായാലും ഈ പറയുന്ന മരണവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, ചടങ്ങുകൾ നടക്കാറുണ്ട്, അല്ലെങ്കിൽ ബന്ധപ്പെട്ട കുറേ അധികം ആൾക്കാർ മരിക്കാറുണ്ട് ഇല്ലേ? ബന്ധുജനങ്ങൾ മരിക്കുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന കുടുംബത്തിൽ ഒത്തുകൂടുന്ന സമയത്ത്, അതുവരെ ചിലപ്പം ഗൾഫിലായിരുന്നതോ വിദേശത്തായിരുന്നതായിട്ടുള്ള ബന്ധുജനങ്ങൾ അവിടെ വരാനുള്ള സാധ്യതയുണ്ട്, ഏറെക്കുറെ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരായാലും വരുന്ന സമയത്ത് നമ്മൾ ഉറപ്പായിട്ട് നമ്മളടുത്ത് ചിരിക്കുന്ന സമയത്ത് തിരിച്ച് ചെറിയൊരു പുഞ്ചിരി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അല്ലാതെ മുഖം വീർപ്പിച്ച് കെട്ടി തിരിച്ച് കാണിച്ചു കഴിഞ്ഞാൽ അത് അവരെ നാണക്കെടുത്തുന്നതിന് തുല്യമാണ്. ഇത് തന്നെയാണ് മോഹൻലാലും മമ്മൂട്ടിയുടെ കാര്യത്തിൽ അവിടെ നടക്കുന്നതെന്ന് പറയുന്നത്. അവർക്ക് ഏത് സമയം 24 മണിക്കൂറും കരഞ്ഞു വിളിച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ ഈ സ്വഭാവത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ചില ആൾക്കാരുണ്ട് സങ്കടമായിട്ട് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നവർ, ചിലവരാണെന്നുണ്ടെങ്കിൽ അതല്ലാതെ തന്നെ മാറ്റി പുറമെ ഈ പറയുന്ന മനസ്സിൽ മാത്രം സങ്കടം കൊണ്ടുവരുന്നത്. അങ്ങനെ പല വിധത്തിലുള്ള മനുഷ്യരാണ് ഇവിടെ ഉള്ളതെന്ന് പറയുന്നത്. അതിൽ രണ്ട് വിധത്തിൽപ്പെട്ട ആൾക്കാരാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതായത് ആദ്യത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ച മമ്മൂട്ടി മോഹൻലാലും ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ നിറച്ച് സങ്കടം കാണും. കാരണം അവരുടെ അമ്മ വേഷം കെട്ടിയത് മാത്രമല്ല, ഈ പറയുന്ന ഒരുപക്ഷെ ജീവിതത്തിലും അമ്മയായി തന്നെ തോന്നുന്ന ഒരു വ്യക്തിയാണ് മരണപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വേദനയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. പക്ഷേ അവർക്ക് ഈ പറയുന്ന അത് ഉള്ളിൽ മാത്രം ഒതുക്കിക്കൊണ്ട് മറ്റു കാര്യങ്ങൾ സംസാരിക്കാനും ഇടപെടാനും ഉള്ളൊരു കഴിവുണ്ട്. ഈ പറയുന്ന സുരേഷ് ഗോപി എന്ന് പറയുമ്പം എല്ലാത്തിനെയും വൈകാരികമായി മാത്രം സമീപിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിനോടുള്ള രാഷ്ട്രീയ വൈരാഗ്യം എടുത്ത് മാറ്റി നിർത്തി കഴിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെ വിലയിരുത്തി കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അത് വെച്ച് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്താണോ ഉള്ളിലുള്ളത് അത് കൃത്യമായിട്ട് പുറത്ത് കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. സ്വാഭാവികമായിട്ടും ഉള്ളിലൊന്നും പുറത്ത് മറ്റൊന്നുമായിട്ട് കാണിക്കാൻ കഴിയാത്തൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങൾ കൃത്യമായിട്ട് മുഖത്ത് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വന്തം അമ്മയെപ്പോലെ തന്നെ ബാക്കി കാര്യങ്ങൾ, ഒരു മകൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധാപൂർവം ചെയ്യുന്നത് കാണാൻ കഴിയുന്നുണ്ട്. സ്വന്തം അമ്മ എങ്ങനെയാണോ ഈ പറയുന്ന മരിച്ചു കഴിഞ്ഞാൽ ഒരു മകൻ എങ്ങനെയാണോ അന്ത്യകർമ്മങ്ങൾക്കുള്ള കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നത്, അതുപോലെ ആദ്യം മുതൽ അവസാനം വരെ സുരേഷ് ഗോപി അവിടെ തന്നെ കൂടെ ഉണ്ടായിരുന്നു അമ്മയ്ക്കൊപ്പം. പക്ഷെ അത് കാണുന്ന സമയത്ത് ഇത്രയും നാൾ ഭരണ വീട്ടിലൊന്നും ഇയാളെ കണ്ടിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഇതുവരെ അവരെ കാണാൻ ചെന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇത്രയും തരം താഴ്ത്തിക്കൊണ്ട് സുരേഷ് ഗോപിക്കെതിരെ പറയുന്ന കുറേ അധികം ആൾക്കാരെ നമുക്ക് കമൻറ്റ് സെക്ഷനിൽ കാണാൻ പറ്റും. മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതവർ മരിച്ചു കിടക്കുന്ന ഒരു സന്ദർഭമാണ്. അവിടെ ഇത്രയും പ്രശസ്തയായിട്ടുള്ളൊരു നടിയായതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വരും, അത്രയും ക്യാമറ സ്പേസ് ഉള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന ഓരോ രംഗങ്ങളും ഈ പറയുന്ന ഷൂട്ട് ചെയ്ത് വൈറലാവുകയോ അല്ലെങ്കിൽ പുറത്ത് വരികയും ചെയ്യുന്നുണ്ട്. അതിലപ്പുറത്തേക്ക് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നടക്കുമ്പം ഇതുപോലുള്ള ക്യാമറ സ്പേസിന് അവരുടെ വീടിനകത്തേക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല. അപ്പം അവരെ എത്ര പേര് പോയി കണ്ടു, അല്ലെങ്കിൽ എത്ര നേരം ഉണ്ടായിരുന്നു, എത്ര വട്ടം അവരെ ആരൊക്കെ ഫോൺ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ ഈ വീഡിയോ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല.
അതുകൊണ്ട് ഇങ്ങനൊരു സന്ദർഭത്തിൽ വരുന്ന വീഡിയോയും പിന്നീട് അല്ലാത്ത സന്ദർഭങ്ങളിൽ അവരോട് ആരൊക്കെ മിണ്ടിയിരുന്നു മിണ്ടാതിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അപ്പോൾ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചൊറിയാൻ ചെല്ലുന്നത് വളരെ തെറ്റെന്നല്ല, ഒരു വൃത്തികെട്ട സ്വഭാവമായിട്ടേ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മലയാളികൾക്ക് പൊതുവേ ഉള്ളൊരു സംഭവമാണ്, നമുക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു സംഭവവും മറ്റുള്ളവർക്ക് വരുന്ന സമയത്ത് ആഹാ ഓഹോ പറയുന്നൊരു സ്വഭാവവും. പിന്നെ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി വരുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു കഴിഞ്ഞാലും, തുമ്മിയാലും ഈ പറഞ്ഞ ചുമച്ചാലും എന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാലും കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന ഒരു സമൂഹത്തെ, ഒരു വല്ലാത്ത സമൂഹത്തെ, ഒരു വേട്ടയാടുന്ന സമൂഹത്തെ, നമുക്ക് തേജോവധം ചെയ്യുന്ന ഒരു സമൂഹത്തെ നമുക്ക് കണക്കാക്കാൻ അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയും. എന്ന് തൊട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ അദ്ദേഹം കാല് വെച്ചത് മുതൽ ഈ പറയുന്ന തോറ്റ് ആദ്യം നമുക്കറിയാവുന്നതാണ്, പരാജയപ്പെട്ടു പോകുന്ന സമയത്ത് ട്രോളുകളുടെ അഭിഷേകമായിരുന്നു. അതിനുശേഷം വിജയിച്ചതിന് ശേഷം അതിൽ വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ അദ്ദേഹം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഈ പറയുന്ന അതുമായി കമ്പയർ ചെയ്തുകൊണ്ട് തന്നെ ഈ പറയുന്ന മന്ത്രി ആയതിൻ്റെ ഹുങ്ക് കാണിക്കുന്നത്, അല്ലെങ്കിൽ മന്ത്രി ആയതുകൊണ്ട് ഈ പറയുന്ന ആളുകളുടെ ഇടയിലേക്ക് ചെയ്യാൻ വേണ്ടി ചെയ്തത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മന്ത്രി ആവുന്നതിന് മുന്നും സുരേഷ് ഗോപി സിനിമാ നടനായി അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യനായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കോടീശ്വരനടക്കമുള്ള ഈ പറയുന്ന പ്രോഗ്രാമുകൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കുഞ്ഞിലെ മുതൽ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് സ്നേഹം തോന്നാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ കൂടിയാണ്. എനിക്ക് തോന്നുന്നു സിനിമയിലുള്ള എനിക്ക് ഈ പറയുന്ന ബോധത്തോടെ അല്ലെങ്കിൽ കോമൺ സെൻസോടെ ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള വാർത്തകൾ വെച്ചെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ സിനിമയിൽ അഭിനയിക്കുന്ന നല്ല വേഷങ്ങൾ കെട്ടുന്ന നടന്മാരൊന്നും ജീവിതത്തിൽ നല്ലവരാവണമെന്നില്ല. ഇനി സിനിമയിൽ ഈ പറയുന്ന വില്ലൻ വേഷങ്ങൾ ചെയ്യുന്നവരെല്ലാം ജീവിതത്തിൽ വില്ലന്മാരും ആവണമെന്നില്ല. അപ്പോൾ അവരുടെ സ്വഭാവം എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിനിമയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത് ആണായാലും പെണ്ണായാലും അവരുടെ ജീവിതത്തിലുള്ള പ്രവർത്തികളിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ആരൊക്കെ വില്ലന്മാരാണ് ആരൊക്കെ നല്ലവരാണെന്ന് ഒരുപാട് പാഠങ്ങൾ നമ്മുടെ മുന്നിലൂടെ നടന്നു പോയിട്ടുണ്ട്. ഈ പറഞ്ഞ സിനിമാ മേഖലയല്ല, നമ്മുടെ ജീവിതത്തിൽ പോലും പലരെയും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ സുരേഷ് ഗോപി ഒരുപക്ഷെ സിനിമയിലെ നായിക വേഷങ്ങൾ കൊണ്ട് മാത്രമല്ല ഞാനടക്കമുള്ള കുറേയധികം കൊച്ചുകുട്ടികളടക്കമുള്ള ഉള്ളിലേക്ക് കടന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കുറേയധികം പ്രവർത്തികളുണ്ട്. ഞാൻ പറയാം, കോടീശ്വരൻ എന്നുള്ള പ്രവൃത്തി മാത്രം, അല്ലെങ്കിൽ ആ ഒരു സംഭവം മാത്രം എടുത്തു കഴിഞ്ഞാൽ മതി. എത്രയോ ആൾക്കാർ പൈസയൊന്നും ഇല്ലാതെ വന്നിരിക്കുന്ന ആൾക്കാർക്ക് ആ മൊമെൻറ്റിൽ തന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു മാല ഇടാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു കുഞ്ഞുമകൾ അത് ആഗ്രഹം പറഞ്ഞ സമയത്ത് ആ മൊമെൻറ്റിൽ ആ ആഗ്രഹം നടത്തി കൊടുത്ത, അല്ലെങ്കിൽ അത് സാധ്യമാക്കി കൊടുത്തൊരു മനുഷ്യനാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത്. എത്ര പേര് സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, നിങ്ങൾ ഈ കമൻറ്റ് ചെയ്യുന്ന നെഗറ്റീവ് മാത്രം പറയുന്ന അദ്ദേഹത്തിനെ തേച്ചൊട്ടിക്കാൻ ശ്രമിക്കുന്ന എത്ര പേര് ഒരു രൂപ മുടക്കി മറ്റൊരാൾക്ക് സഹായം ചെയ്യുമെന്ന് ആദ്യം വിലയിരുത്തുക. സഹായം ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ വേട്ടയാടി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കാര്യം എന്ന് പറയുന്നത്, ഒരു പ്രത്യേക മൊമെൻ്റ് എത്തുന്ന സമയത്ത്, ഒരു എഡ്ജിലെത്തുന്ന സമയത്ത് അവർ കൃത്യമായിട്ട് മടുക്കും. കാരണം ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും എന്നെ ഇങ്ങനെ നെഗറ്റീവ് മാത്രമാണല്ലോ പറയുന്നതെന്ന് ആലോചിക്കുമ്പോൾ സ്വഭാവം ഒരു പ്രത്യേക മൊമെൻറ്റിൽ അവർക്ക് മാറും. ഇത് തന്നെയാണ് സുരേഷ് ഗോപിയുടെ മീഡിയയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. കാരണം ആദ്യ സമയത്ത് അദ്ദേഹത്തിനെ പൊക്കി മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തികൾ പിന്നീട് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടന്നപ്പോൾ നെഗറ്റീവ് പറയാനും ആളുണ്ടായി. കാരണം നമുക്കറിയാവുന്ന കാര്യമാണ്, ഓരോ ചാനലുകളും ഓരോ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ഈ പറയുന്ന കൊളാബറേഷൻ ഉണ്ട് കൃത്യമായിട്ട്. നമുക്കത് വാർത്തകൾ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇത് പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമല്ല, എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. വിവരവും വിദ്യാഭ്യാസവും ബോധത്തോടെ കാര്യങ്ങളെ അവലോകനം ചെയ്യുന്ന ഏതൊരു വ്യക്തിക്ക് മനസ്സിലാവും ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഏത് മാധ്യമങ്ങൾ മുന്നോട്ട് വെക്കുന്നതെന്നുള്ള കാര്യം. പത്രത്തിലടക്കം ആ ഒരു ബന്ധമുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അത് അങ്ങനെയാണ് വെക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോഴാണ് മാധ്യമമായിട്ട് ഇദ്ദേഹത്തിന് ഈ പറയുന്ന അതുവരെ ഉണ്ടായിരുന്നൊരു ബന്ധത്തിന് കോട്ടം തട്ടി തുടങ്ങിയത്. അദ്ദേഹം തട്ടിച്ചതെന്ന് ഞാൻ പറയുന്നില്ല, മാധ്യമങ്ങളുടെ പലതരത്തിലുള്ള ഈ പറയുന്ന നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ പലതരത്തിലും പ്രൊവോക്ക് ചെയ്യുന്ന രീതിക്കുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിനെ ഈ പറയുന്ന നെഗറ്റീവായിട്ട് മാത്രം വിലയിരുത്താൻ വേണ്ടി ഇട്ട് കൊടുക്കുന്ന ഒരവസ്ഥ, ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് ഒരുപാട് വന്നപ്പോഴാണ് അദ്ദേഹം മാധ്യമങ്ങളെ മാറ്റി നിർത്താൻ തുടങ്ങിയത്. അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ആ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന നമുക്കറിയാം മീഡിയ വൺ എന്ന് പറയുന്ന ചാനൽ സ്ത്രീയുമായി ബന്ധപ്പെട്ട ആ ഒരു ഇഷ്യൂ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളൊരു സാധാരണ മനുഷ്യന് നമ്മൾ തെറ്റ് ചെയ്യാത്തൊരു വ്യക്തിയാണ് നമ്മളെങ്കിൽ നമ്മൾ ഇതുപോലൊരു സ്ത്രീ കൊടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് പിന്നീട് നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിവായി പോകും. അങ്ങനെയുള്ള ഒരു സന്ദർഭം ഉണ്ടാക്കി ആ വ്യക്തികളോട് വെറുപ്പ് തന്നെ ഉണ്ടാവും. അതേ ലെവലിലുള്ള ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളെ മാറ്റി നിർത്തുന്നതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെ രാഷ്ട്രീയക്കാരനായിട്ട് മാത്രം വിലയിരുത്തുന്നതെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മ വേഷം കെട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണിതെന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് കവിയൂർ പൊന്നമ്മ മറ്റൊരു ഇൻ്റർവ്യൂ
ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞിലേ മുതൽ സുരേഷ് ഗോപി എടുത്തിട്ട് നടന്നിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന്. അപ്പോൾ അവർക്കൊരു ആത്മബന്ധമുണ്ട്. ആ ആത്മബന്ധങ്ങളെ വരെ ചോദ്യം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ ഇത്രയ്ക്ക് ക്രൂരമായിട്ടുള്ള വേട്ടയാടുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് തെറ്റാണെന്ന് ആദ്യം വിവരത്തോടെ ബോധത്തോടെ മനസ്സിലാക്കുക. നമുക്കും വീട്ടിൽ അമ്മയുണ്ട്, അച്ഛനുണ്ട്, സഹോദരങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. എപ്പോഴാണ് ആർക്ക് മരണം സംഭവിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല, ഏത് സാഹചര്യത്തിലാണെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പം മരണത്തെ വരെ വെച്ച് കളിക്കുന്ന ഈ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ഹീനമാണ്.